അദ്ദേഹം പറഞ്ഞത് ഇത് ഈ കേരളത്തിലെ പാർട്ടി ഇപ്പം നേരിടുന്ന പ്രതിസന്ധി അത് വലിയ പ്രതിസന്ധി ഒന്നുമല്ല, അതിനേക്കാൾ വലിയ പ്രതിസന്ധി പാർട്ടി നേരിട്ടിട്ടുണ്ടെന്ന്. അത് പൂർണ്ണമായും തെറ്റാണ്. ഇന്ത്യയിൽ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമാണ് ഈ പാർട്ടി ഉണ്ടായിരുന്നത്. അതിൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, മറ്റു 2 സ്ഥലത്തും ഈ പാർട്ടി ഇപ്പം ഇല്ല. പക്ഷെ അവിടെ 2 സ്ഥലങ്ങളിലും നിരന്തരം അധികാരത്തിലിരുന്ന ഈ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയിരുന്നു. ത്രിപുരയിൽ പോയി മണിക് സർക്കാർ ആയിരുന്നു മുഖ്യമന്ത്രി. 2011 ബംഗാളിൽ പോയി ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരുന്നു മുഖ്യമന്ത്രി. ആ 2 സ്ഥലങ്ങളിലും ആ പാർട്ടി സർക്കാരിൽ നടപ്പിലാക്കിയിട്ടുള്ള തെറ്റായ നയങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പാർട്ടി അവിടുന്ന് അധികാരത്തിൽ പോയത്. കേരളം പോലെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സ്ഥലമായിരുന്നില്ല, നിരന്തരം അധികാരത്തിലിരുന്ന സ്ഥലങ്ങളായിരുന്നു. ആ 2 സ്ഥലങ്ങളിലും മണിക് സർക്കാരിനെതിരെയും ബുദ്ധദേവ് ഭട്ടാചാര്യക്കെതിരെയും ഒരു വ്യക്തിപരമായ അഴിമതി ആരോപണം ഉണ്ടായില്ല. അവരുടെ നയങ്ങൾ തെറ്റായിരുന്നത് കൊണ്ടാണ് അവിടെ അവർ അധികാരത്തിൽ നിന്ന് പോയത്. എന്നാൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിലെ പാർട്ടി സംവിധാനത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള പാർട്ടി സെക്രട്ടറിയുടെ കുടുംബം തന്നെ പരിപൂർണമായിട്ടുള്ള അഴിമതിയിലും പിന്നെ മയക്കുമരുന്ന് മാഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതങ്ങ് ചീഞ്ഞ് ദ്രവിച്ച് ഇതിന്റെ ഒരു ഡാർക്ക് അണ്ടർ ബെല്ലി കേരളത്തിൽ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി നേരിട്ടതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നേരിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്യാംബാബു പറഞ്ഞ ഇൻജസ്റ്റിസിലേക്ക് വരാം. നേരത്തെ ശ്രീ ബൽദേവ് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി. കാരണം മഹാത്മാഗാന്ധിയുടെ അനുഭവമൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ താരതമ്യം ചെയ്യും. എന്തൊരു, ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അസംബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അസംബന്ധം എന്ന് പറയുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്നുള്ള വളരെ ചെറിയ ഒരു വാചകം മാത്രമേ ഞാൻ ഉന്നയിക്കുന്നുള്ളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, മകൻ ചെയ്യുന്ന കാര്യത്തിന് അച്ഛൻ എന്താണ് എന്നാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് ഞാൻ ആദ്യം ഒന്ന് കടക്കട്ടെ. ഈ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മകന് കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മകന് ലാൻഡ് ക്രൂയിസർ വണ്ടിയിൽ കയറി നടക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മകന് ബിനാമി കച്ചവടം നടത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അച്ഛന്റെ മൂലധനം കൊണ്ടല്ലേ. എന്റെ മകൻ ഇതുപോലെയൊക്കെ കാണിക്കാൻ പറ്റുമോ? നാട്ടിലിറങ്ങി എന്റെ മകൻ ഇതുപോലത്തെ കച്ചവടങ്ങൾ നടത്താൻ പറ്റുമോ? പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആ നേതാവിന്റെ മകനായതുകൊണ്ടാണ് ഞാൻ ജനചാനലൊക്കെ തന്നെ പറഞ്ഞ ഈ കൊച്ചു പിച്ചാത്തിയും കൊണ്ട് നടന്ന ഈ അലവലാതി ചെറുക്കൻ, ഈ കാശിന് കൊള്ളാത്ത ചെറുക്കൻ, ആ ചെറുക്കന് ഇതുപോലെ കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞത് ഈ അച്ഛന്റെ മകനായതുകൊണ്ടാണ്. ശ്യാംബാബു കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടല്ലേ ഈ കാൽക്കാശിന് കൊള്ളാത്ത ഈ ചെറുപ്പക്കാരന് 5,17,00,000 രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ മൂലധനമാണ് ഈ കള്ളത്തരം കാണിക്കാൻ മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അച്ഛന് പ്രശ്നമൊന്നുമില്ല, മക്കൾ എന്തും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു ബ്ലാങ്ക് ചെക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മക്കൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താകും ഇവിടുത്തെ അവസ്ഥ? അതൊരു പ്രധാനപ്പെട്ട വിഷയം. ഇനി 2-3-4 ഉദാഹരണങ്ങളിലേക്ക് വരാം. ആ ഉദാഹരണങ്ങൾ പലതും ചിലപ്പോൾ ശ്യാംബാബു തന്നെ കേട്ടിട്ടുണ്ടാവും. കൊല്ലം ജില്ലയിൽ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറിന്റെ മകൻ സ്പിരിറ്റ് കേസിൽപ്പെട്ടു, അച്ഛനെതിരെ നടപടിയെടുത്തു. റാന്നിയിൽ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൻ കുഴപ്പം കാണിച്ചു, അച്ഛനെതിരെ നടപടിയെടുത്തു. ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന മകൻ ആഡംബര വിവാഹം നടത്തി, അച്ഛനെതിരെ നടപടിയെടുത്തു. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതും ഇതുവരെ ആരും ചർച്ച ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഒരു നടപടിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്യാംബാബു പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. CPM-ന്റെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പരമോന്നത നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, ആ പരമോന്നത നേതാവിന്റെ ഭാര്യയോടൊപ്പം അവരുടെ മകന്റെ പ്രായമുള്ള ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പർ 80കളുടെ അവസാന കാലം ഒളിച്ചോടിപ്പോയി. ഈ ഒളിച്ചോടി പോകുന്നതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒളിച്ചോടി പോയിരിക്കും. അതുകൊണ്ട് ഞാനതിനെ അപകീർത്തിപരമായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ പരമോന്നത നേതാവിന്റെ ഭാര്യയുടെ കൂടെ ഈ അവരുടെ മകന്റെ പ്രായമുള്ള ഈ ബ്രാഞ്ച് മെമ്പർ ഒളിച്ചോടിപ്പോയി. ആ ഒളിച്ചോടിപ്പോയിട്ട് ആ സ്ത്രീയെയും ആ ചെറുപ്പക്കാരനെയും പാലക്കാട് നിന്ന് പിടിച്ചു. ഈ പാർട്ടി അണികൾ പിടിച്ചവരെ ഈ പയ്യനെ നല്ലപോലെ കൈകാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാർട്ടിയുടെ പരമോന്നത നേതാവിന്റെ ഭാര്യയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഈ ബ്രാഞ്ച് മെമ്പർ ഉണ്ടല്ലോ, ഈ ബ്രാഞ്ച് മെമ്പർ ആലപ്പുഴയിൽ കണ്ടല്ലൂർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലെ മെമ്പറായിരുന്നു. ആ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു ഈ പരമോന്നത നേതാവിന്റെ ഭാര്യയും ഉണ്ടായിരുന്നത്. ആ ഒളിച്ചോടിപ്പോയ പാർട്ടി മെമ്പർ
കണ്ടല്ലൂരിലെ ബ്രാഞ്ച് മെമ്പറുടെ അച്ഛനെതിരായിട്ടാണ് ഈ പാർട്ടി നടപടിയെടുത്തത്. പേര് ആ മനുഷ്യനോടുള്ള ആ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. കാരണം ആ അച്ഛൻ പാർട്ടി രണ്ടാകുന്നതിന് മുമ്പ് മുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന വലിയ ഒരു മനുഷ്യനായിരുന്നു അച്ഛൻ. ആ അച്ഛൻ ഒരു പങ്കും ഇതിനകത്തുണ്ടായിരുന്നില്ല. ആ അച്ഛനെതിരെ നടപടിയെടുത്തു. ആ അച്ഛൻ 7 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് കണ്ടല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കെയാണ് മരിച്ചുപോയത്. ആലോചിച്ച് നോക്കിക്കോണം എത്ര ക്രൂരവും നികൃഷ്ടവും നാണം കെട്ടതുമായിട്ടുള്ള നടപടിയാണ് ഈ പാർട്ടി എടുത്തതെന്ന്. ആ മനുഷ്യൻ ഒരു CPM-ന്റെ പരമോന്നത നേതാവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പരമോന്നത നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോഴും ഈ പാർട്ടിയുടെ പരമോന്നത നേതാവായി ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് മാത്രം ശ്യാം ബാബു മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ സ്വന്തം മകൻ ഒരു പാർട്ടി നേതാവിന്റെ ഭാര്യയുടെ കൂടെ ഒളിച്ചോടിപ്പോയതിന് സ്വയം നടപടി വാങ്ങിയ മനുഷ്യരുള്ള ഈ പാർട്ടിയിലാണ് കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തുകയും മയക്കുമരുന്ന് കച്ചവടം നടത്തുകയും ബിനാമി കച്ചവടം നടത്തുകയും ചെയ്ത ഒരു മകൻ 80കളുടെ മധ്യം മുതൽ 30 വർഷക്കാലം അച്ഛനായ കോടിയേരി ബാലകൃഷ്ണന്റെ കൂടെ താമസിച്ചിട്ട് ആ കോടിയേരി ബാലകൃഷ്ണനെതിരെ നടപടിയില്ല. അതാണ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് അതാണ്. അത് ഈ പാർട്ടിയിലെ അണികൾ കാണുന്നുണ്ട്. ആ പാർട്ടിയുടെ അണികളുടെ വികാരം കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കും. അതാദ്യം അവർ ഉപയോഗിക്കാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.